PSC പഠിപ്പുരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ PSC നടത്തിയ 53/2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് പഠിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആര്? നെപ്പോളിയൻ. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തിയാണ് നെപ്പോളിയൻ. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? 2ഉം 3ഉം തെറ്റാണ്. അപ്പോൾ കറക്റ്റായത് നോക്കാം. ലാഹോർ സമ്മേളനം കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. ലാഹോർ സമ്മേളനം കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെയും അവർ സമരം നയിച്ച സ്ഥലങ്ങളും നൽകിയിരിക്കുന്നു. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹി, ഷാമാള് ബറൌട്ട് പർഹാന, മൗലവി അഹമ്മദുള്ള ഫൈസാബാദ്, ബീഗം ഹസ്രത്ത് മഹൽ ലക്നൗ. ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹി, ഷാമാൽ ബറാട്ട്, മൗലവി അഹമ്മദുള്ള ഫൈസാബാദ്, ബീഗം ഹസ്രത്ത് മഹൽ ലക്നൗ. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷമേതാണ്? 1865. പണ്ടാരപ്പാട്ട വിളംബരം തിരുവിതാംകൂറിൽ പുറപ്പെടുവിച്ച വർഷം 1865. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. എയും ബിയും ശരിയായ പ്രസ്താവനകളാണ്. ബി എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഉപ്പു തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ്. ഉപ്പു തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ്. മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതൽ ആയിരിക്കും. മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതൽ ആയിരിക്കും. ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഇരുമ്പ്, നിക്കൽ. ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങളാണ് ഇരുമ്പ്, നിക്കൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഇപ്പൊ 2ഉം 3ഉം പ്രസ്താവന തെറ്റാണ്. കറക്റ്റായത് 1ഉം 4ഉം കറക്റ്റാണ്. ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. ഒയാഷിയോ പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. അപ്പോൾ 2ഉം ശീതജല പ്രവാഹങ്ങളാണ്. ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹം, ഒയാഷിയോ പസഫിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി. താഴെ പറയുന്നവയിൽ ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നത്? ലിഗ്നൈറ്റ് ആണ്. ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ്. താഴെ പറയുന്നവയിൽ RBIയുമായി ബന്ധമില്ലാത്തത് ഏത്? ഡി ഓപ്ഷൻ ബന്ധമില്ല. എ വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, ബാങ്കുകളുടെ ബാങ്ക്, സർക്കാരിന്റെ ബാങ്ക് എന്നൊക്കെ പറയുന്നത് RBIനാണ്. വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, ബാങ്കുകളുടെ ബാങ്ക്, സർക്കാരിന്റെ ബാങ്ക്. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവ് വന്ന സ്ഥാപനമാണ് നബാർഡ്. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനമാണ് നബാർഡ്. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജി. താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത്? എ ഓപ്ഷൻ ലക്ഷ്യമല്ല. ലക്ഷ്യമാണ് വ്യവസായ മേഖലയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക.
അപ്പോൾ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളാണ് വ്യവസായ മേഖലയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക. ഹോട്ടൽ, ബാങ്കിംഗ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏതു മേഖലയിൽ പെടുന്നു? തൃതീയ മേഖല. ഹോട്ടൽ, ബാങ്കിംഗ്, റിയൽ എസ്റ്റേറ്റ്. ഹോട്ടൽ, ബാങ്കിംഗ്, റിയൽ എസ്റ്റേറ്റ് തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. ഹിൽട്ടൺ യങ് കമ്മീഷൻ താഴെ പറയുന്നവയിൽ എന്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്? RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗവുമായി ബന്ധപ്പെട്ട വാചകമാണ് മുകളിൽ തന്നിരിക്കുന്നത്? ആമുഖത്തെ കുറിച്ചാണ്. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ബി ഓപ്ഷൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ, സൈനികമോ വിദ്യാസംബന്ധമോ ആയ പ്രാഗൽഭ്യത്തിനല്ലാതെ യാതൊരു സ്ഥാനപ്പേരും രാഷ്ട്രം നൽകുവാൻ പാടില്ല. സ്ഥാനപ്പേര് നൽകാൻ പാടില്ല എന്ന് പറയുന്നതാണ് വകുപ്പ് 18. തൊട്ടുകൂടായ്മ നിർത്തലാക്കുകയും ഇതിന്റെ ഏതു രൂപത്തിലുള്ള ആചരണം വിലക്കുകയും ചെയ്തിരിക്കുന്നതാണ് വകുപ്പ് 17. വകുപ്പ് 17 അയിത്ത നിർമ്മാർജ്ജനാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യ കച്ചവടത്തിന്റെയും നിർബന്ധിച്ച് പണി ചെയ്യിക്കലിന്റെയും നിരോധനം വകുപ്പ് 23. അപ്പോൾ സ്ഥാനപ്പേരിന് രാഷ്ട്രം സ്ഥാനപ്പേര് നൽകുവാൻ പാടില്ല എന്ന് പറയും. സൈനികമോ വിദ്യാസംബന്ധമോ ആയ പ്രാഗൽഭ്യത്തിനല്ലാതെ യാതൊരു സ്ഥാനപ്പേരും രാഷ്ട്രം നൽകുവാൻ പാടില്ലെന്ന് പറയുന്നത് വകുപ്പ് 18. തൊട്ടുകൂടായ്മ നിർത്തലാക്കുകയും ഇതിന്റെ ഏത് രൂപത്തിലുള്ള ആചരണം വിലക്കുകയും ചെയ്തിരിക്കുന്നത് വകുപ്പ് 17. മനുഷ്യ കച്ചവടത്തിന്റെയും നിർബന്ധിച്ച് പണി ചെയ്യിക്കലിന്റെയും നിരോധനം വകുപ്പ് 23. ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികളാണ്. 42ാം ഭേദഗതി ചെറിയ ഭരണഘടന, മൗലിക കടമകൾ. 42ാം ഭേദഗതിയാണ് ചെറിയ ഭരണഘടന, മൗലിക കടമകൾ. 44ാം ഭേദഗതി വകുപ്പ് 300A 1978. 73ാം ഭേദഗതി 11ാം പട്ടിക ത്രിതല പഞ്ചായത്ത്. 73ാം ഭേദഗതി 11ാം പട്ടിക ത്രിതല പഞ്ചായത്ത്. 86ാം ഭേദഗതി വകുപ്പ് 21A വിദ്യാഭ്യാസം, മൗലിക അവകാശം. താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ്? എല്ലാതും കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതാണ്. വിദ്യാഭ്യാസം, വനങ്ങൾ, മായം ചേർക്കൽ, തൊഴിലാളി സംഘടന, വിവാഹവും വിവാഹമോചനവും, ദത്തെടുക്കലും പിന്തുടർച്ചയും. കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതാണ് വിദ്യാഭ്യാസം, വനങ്ങൾ, മായം ചേർക്കൽ, തൊഴിലാളി സംഘടന, വിവാഹവും വിവാഹമോചനവും, ദത്തെടുക്കലും പിന്തുടർച്ചയും. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഇതിൽ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏതൊക്കെ? 4 രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തതാണ്. അപ്പോൾ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാം. മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം. രാഷ്ട്രപതിയുടെ പോക്കറ്റ് വീറ്റോ അധികാരം. ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി 104ാം ഭേദഗതി. ആംഗ്ലോ ഇന്ത്യനെ നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയത് 104ാം ഭേദഗതി. ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പാണ് 280. ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് 280. ഇതിന്റെ കാലാവധി 5 വർഷമാണ്. ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് ഇതിന്റെ ചെയർമാൻ. ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് 280. കാലാവധി 5 വർഷം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതല്ല? സ്ത്രീക്കും പുരുഷനും തുല്യവേതനം നൽകണം.
15 ദിവസത്തിനകം തൊഴിൽ നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനം നൽകണം. തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായാൽ അപേക്ഷിച്ച് 15 ദിവസത്തിനകം തദ്ദേശീയ ജോലികൾ നൽകണം. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ KSSM. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ എത്ര അംഗങ്ങളുണ്ട്? 15 അംഗങ്ങളാണുള്ളത്. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ 15 അംഗങ്ങളുണ്ട്. താഴെ പറയുന്നവയിൽ എത്ര വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരന്മാരായി കണക്കാക്കുന്നത്? 60 വയസ്സ്. മുതിർന്ന പൗരന്മാരായി കണക്കാക്കുന്നത് 60 വയസ്സ് കഴിഞ്ഞവരെയാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നത് റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് ഇക്കോളജി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് രാംദിയോ മിശ്ര. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് രാംദിയോ മിശ്ര. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? 3 മാത്രമാണ് തെറ്റ്. അപ്പോൾ കറക്റ്റ് ആയത് UNEP സ്ഥാപിതമായ വർഷം 1972. UNEP സ്ഥാപിതമായ വർഷം 1972. പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് ആരംഭിച്ച വർഷം 1971. UNEP 1972, ഗ്രീൻ പീസ് 1971. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? സാൽമണല്ല ടൈഫി പരത്തുന്ന ടൈഫോയിഡ് രോഗികളിൽ രോഗം കാഠിന്യമേറുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു. പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തിൽ വിറയലോട് കൂടിയ ശക്തമായ പനി ലക്ഷണമായി കാണപ്പെടുന്നു. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗികളിൽ പനി, ചുമ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു. മനുഷ്യന്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശത്തിന് കാരണമാകുന്നുവെന്ന് വെളിവാക്കുന്ന 6ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം, ദ സിക്സ്ത് എക്സ്റ്റിങ്ഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് എലിസബത്ത് കോൾബർട്ട്. മനുഷ്യന്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശനത്തിന് കാരണമാകുന്നുവെന്ന് വെളിവാക്കുന്ന പുസ്തകമാണ് ദ സിക്സ്ത് എക്സ്റ്റിങ്ഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി, 6ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം. ഇതിന്റെ രചയിതാവാണ് എലിസബത്ത് കോൾബർട്ട്. ഒരു നിശ്ചിത അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗ്രഹ വാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റാണ് കാർബൺ ക്രെഡിറ്റ്. ഒരു നിശ്ചിത അളവിൽ CO2 പോലുള്ള ഹരിതഗ്രഹ വാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റാണ് കാർബൺ ക്രെഡിറ്റ്. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ജീവനി. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ജീവനി. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം എങ്ങനെ കുറയുന്നു? ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം കുറയുന്നു. എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് ഏത്? ബന്ധമില്ലാത്തത് മാലൂസ് നിയമമാണ്. അപ്പോൾ ഹൂക്ക് നിയമം, പാസ്കൽ നിയമം, ന്യൂട്ടന്റെ 3ാം ചലന നിയമം എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഹൂക്ക് നിയമം, പാസ്കൽ നിയമം, ന്യൂട്ടന്റെ 3ാം ചലന നിയമം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? സ്പൈഡെക്സ് ആണ്. ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടമാണ് സ്പൈഡെക്സ്. പദാർത്ഥ കണികകളുടെ ദ്വൈത്വ സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് ഡി ബ്രോഗ്ലി. പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് ഡി ബ്രോഗ്ലി. CuNH3 എന്ന കോർഡിനേഷൻ സംയുക്തത്തിലെ കോപ്പറിന്റെ ഓക്സീകരണാവസ്ഥ +3 ആണ്. CuNH3 എന്ന കോർഡിനേഷൻ സംയുക്തത്തിലെ കോപ്പറിന്റെ ഓക്സീകരണാവസ്ഥ +3. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ബേസ് അല്ലാത്തത് ഏത്? ഇപ്പോൾ ലൂയിസ് ബേസുകളാണ് H2O, NH3OH. H2O, NH3OH. 2023 രസതന്ത്ര നൊബേൽ പ്രൈസ് ഏതിന്റെ കണ്ടുപിടുത്തത്തിനായാണ് നൽകപ്പെട്ടത്? ക്വാണ്ടം ഡോട്ട്സ്. രസതന്ത്ര നൊബേൽ 2023 ക്വാണ്ടം ഡോട്ട്സിന്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകിയത്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് തെന്മല, കൊല്ലം ജില്ലയിലാണ്. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം നടന്നത് കൊല്ലം ജില്ലയിലാണ്.
ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് തെന്മല കൊല്ലം ജില്ലയിലാണ്. വേൽത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം നടന്നത് കൊല്ലം ജില്ലയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുക. സാരഞ്ജനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചു. 1898 ജനുവരിയിൽ കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ചു. റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. ദേവേന്ദ്രനാഥ ടാഗോറിന്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ഈ വ്യക്തിയാണ് അയ്യത്താൻ ഗോപാലൻ. സാരഞ്ജനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചു. 1898 ജനുവരിയിൽ കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ചു. റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. ദേവേന്ദ്രനാഥ ടാഗോറിന്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് പുരുഷന്മാരുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2ഉം 3ഉം തെറ്റാണ്. കറക്റ്റായത് 2002, 2013, 2025 എന്നീ വർഷങ്ങളിൽ ഇന്ത്യ ജേതാക്കളായി. ഏതൊക്കെ വർഷം? 2002, 2013, 2025 എന്നീ വർഷങ്ങളിൽ ICC ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ ജേതാക്കളായി. ന്യൂസിലാൻഡ് കിരീടം നേടിയ വർഷം 2000-ലാണ്. ന്യൂസിലാൻഡ് കിരീടം നേടിയത് 2000-ലാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി. ഈ പദവിയിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജയാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി. ഈ പദവിയിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജയാണ്. നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ വീണ്ടും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നന്ദി.